നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് വൃശ്ചിക മാസം 30-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. വൃശ്ചിക മാസം അവസാനിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. ഇന്ത്യൻ തീയതി മാർഗ്ഗശീർഷ മാസം 24-ാം തീയതി. സൂര്യോദയം രാവിലെ 6:31 അസ്തമയം വൈകുന്നേരം 6:02 തിഥി പൗർണമി തിഥിയാണ്. പൗർണമി തിഥിയുടെ പ്രത്യേകത എന്താണ്? ആദിപരാശക്തിയായ അമ്മ, മഹാമായ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട, ദേവിക്ക് ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട ഒരു ദിവസമാണ് പൗർണമി ദിവസം, പൗർണമി തിഥിയുള്ള ദിവസം. അന്നേ ദിവസം ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി, ആദിപരാശക്തി കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് അമ്മയെ പ്രസാദിപ്പിക്കുക, ദേവിയെ പ്രസാദിപ്പിക്കുക. സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകും. നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ധനസമൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യമുണ്ടാകും, നല്ല ദാമ്പത്യ ജീവിതമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും, കുടുംബാംഗങ്ങൾ പരസ്പരം തമ്മിലുള്ള സ്നേഹം നിലനിൽക്കും. അങ്ങനെയുള്ള എല്ലാവിധമായ ഐശ്വര്യങ്ങൾക്കും അത് കാരണമായി തീരും. അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി സർവേശ്വരിയെ പൂജ ചെയ്യുന്നതും ആദിപരാശക്തിയുടെ മുമ്പിലാണ്, ആദിപരാശക്തിയുടെ സന്നിധിയിലാണ് ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സർവേശ്വര്യ പൂജ ചെയ്യുന്നത്. 2024 ഡിസംബർ മാസം 31-ാം തീയതി സർവേശ്വര്യ പൂജ ചെയ്യുന്നത് ആദിപരാശക്തി അമ്മ മഹാമായ ദേവിയുടെ സന്നിധിയിലാണ്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവർ ഈ പൗർണമി ദിനത്തിൽ ചെയ്യാവുന്നവരൊക്കെ പോയി ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് പൗർണമി തിഥി എത്ര സമയം വരെ ഉണ്ടെന്ന് ചിന്തിക്കാം. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:35 വരെ പൗർണമി തിഥി ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ഞായറാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച പുലർച്ചെ 3:56 മകീര നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് അല്ലെങ്കിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമയം 2:21 AM. 2:21 AM എന്നുള്ള സമയത്താണ്, അത് തിങ്കളാഴ്ച ദിവസത്തെ സമയമാണ്. 2:21 AM സമയത്താണ് മകീര നക്ഷത്രം അവസാനിക്കുന്നത്. മകീര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവക്കുറിലും പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനക്കുറിലുമാണ്. അപ്പോൾ ഇടവക്കുറിൽപ്പെട്ട സമയം പറഞ്ഞു തരാം. ഞായറാഴ്ച പുലർച്ചെ 3:56 മുതൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3:56 വരെയുള്ള സമയമാണ് ഈ ഇടവക്കുറിൽപ്പെട്ട മകീരം നക്ഷത്രപാദ സമയം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രത്യേകത പറയാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാർക്ക് ഗജകേസരി രാജയോഗം വന്നു ചേരുന്നുണ്ട്. അതായത് 13, 14, 15-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:56 വരെ ജനിക്കുന്ന കുട്ടികൾക്കാണ്. മകീരത്തിൻ്റെ 2 പാദം കുട്ടികൾക്കാണ് ചന്ദ്രനാലുള്ള ഈ രാജയോഗം, ഗജകേസരി രാജയോഗം, കേസരി യോഗം എന്ന് പറയുന്നു, ഗജകേസരി രാജയോഗം എന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനിച്ച, അല്ലെങ്കിൽ 15-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:56 വരെ ജനിക്കുന്ന കുട്ടികൾക്ക് കേസരി രാജയോഗമുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പം വെള്ളി, ശനി, ഞായർ ഉച്ച കഴിഞ്ഞ് 3:56 വരെയുള്ള സമയം. അപ്പോൾ ഈ കുട്ടികൾക്ക് കേസരി രാജയോഗം വന്നു ചേരുന്നുണ്ട്. ചന്ദ്രനാലുള്ള ഒരു രാജയോഗമാണ്. അത് എല്ലാവർക്കും അറിയാമല്ലോ. 1000 പൂർണ്ണചന്ദ്രനെ കാണുവാനുള്ള ദീർഘായുസ് ഉണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ സമൃദ്ധി, ഐശ്വര്യം, ധനസമൃദ്ധി, അതുപോലെ തന്നെ കാര്യവിജയം, 1000 പേരുടെ നടുവിൽ നിന്നുള്ള തലയെടുപ്പ്, അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ള ഒരു രാജയോഗമാണ്. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള രാജയോഗമാണ് ഈ കേസരി രാജയോഗം. അവർ ജീവിതത്തിൽ ഒരു വ്യാഴദശാകാലത്തും ചന്ദ്രൻ്റെ ദശാകാലത്തും ഒക്കെ വളരെ അഭിവൃദ്ധി അവർക്ക് അനുഭവിക്കാൻ പറ്റും. അവരുടെ മാതാപിതാക്കൾക്കും സൗഭാഗ്യമായൊരു ജീവിതം ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഞായറാഴ്ച ദിവസം മകര നക്ഷത്രമാണല്ലോ. മകര നക്ഷത്ര പ്രകാരം ഞായറാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ
നല്ല അനുഭവങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസം മകര നക്ഷത്രപ്രകാരം അത്തം, ചിത്തിര, രേവതി, ഭരണി, അവിട്ടം, ചതയം, രോഹിണി എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. അത്തം, ചിത്തിര, രേവതി, ഭരണി, അവിട്ടം, ചതയം, രോഹിണി ഇത്രയും നാളുകാർക്ക് ഞായറാഴ്ച ദിവസം ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ, നല്ല ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ ഇനി വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഉത്രട്ടാതി, കാർത്തിക, അശ്വതി എന്നീ നാളുകാർക്കാണ്. അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഉത്രട്ടാതി, കാർത്തിക, അശ്വതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ മകര നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. 100% വരുമെന്നല്ല, പ്രതീക്ഷിക്കണം. പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഒരു നിമിഷം കൊണ്ട് ഒരു പ്രതിസന്ധി വന്ന് ജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. മറ്റൊരാളോട് സംസാരിക്കുമ്പോഴോ ആ ഒരു സംസാരം ഇഷ്ടമില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ശത്രുതയായി മാറും. ജീവിതകാലം മുഴുവൻ വലിയൊരു ശത്രുതയിൽ അത് എത്തിച്ചേരും. നിസ്സാരം ഒരു വാക്ക്, നമ്മൾ ചിന്തിച്ചാൽ ഒരു വാക്ക്, പക്ഷേ ആ വാക്ക് പറയുന്നതിലും അവതരിപ്പിക്കുന്നതിലും മുഖഭാവത്തിലുമൊക്കെ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ ശത്രുതയായി മാറുകയാണ്. ആ ശത്രുത കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് എതിരായി വന്നു ചേരും. അതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തിൽ എതിരായി വന്നു ചേരും. പല കാര്യങ്ങളും ശത്രുതയായി ഭവിക്കും. അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയല്ലേ ഓരോരുത്തരുടെ ജീവിതം. ഒരു നിമിഷത്തെ ഒരു സംസാരം, ഒരു വാക്ക് തെറ്റിപ്പോയതാണ്, നാക്കുപിഴ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേങ്കിൽ അത് വലിയൊരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹനം ഓടിച്ചുകൊണ്ട് നല്ല രീതിയിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് റോഡ് സൈഡിലിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മുടെ കണ്ണ് ആകർഷിച്ച് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു അപകടം ഉണ്ടാവാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കാൻ തോന്നും, നമ്മൾ നോക്കും, ആ സമയത്ത് വാഹനം നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകും, പിന്നെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ടാണ് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും എപ്പോഴും അപകടങ്ങൾ സംഭവിക്കാവുന്ന ദിവസങ്ങളാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി ഞായറാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച രാവിലെ 6:30 മുതൽ 9:30 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി സംഖ്യാശാസ്ത്രം തീയതി വെച്ച് പറയുമ്പോൾ ഇംഗ്ലീഷ് തീയതി വെച്ചാണല്ലോ സംഖ്യാശാസ്ത്രം പറയുന്നത്. 15 തീയതി, ഏതൊരു മാസത്തെ 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യയാക്കുമ്പോൾ 6 വരും. 24 ഒറ്റസംഖ്യയാക്കുമ്പോൾ 6 വരും. 15 ഒറ്റസംഖ്യയാക്കുമ്പോൾ 6 വരും. അപ്പോൾ അങ്ങനെ ഒറ്റസംഖ്യയോ ജന്മസംഖ്യയോ ആയിട്ട് 6 വരുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ്. പരിഹാരമായിട്ട് പറയുന്നത്, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ കടുന്നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. കടുന്നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതം ക്രമീകരണം ഉണ്ടാകുവാൻ, നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ട ഉണ്ടാകുവാനുള്ള മെസ്സേജാണ് ദിവസവും ഞാൻ നൽകുന്നത്. അത് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നാളെ ധനം വന്നു ചേരുവാൻ, ഞായറാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം. ചിത്തിര, പൂരം, പൂയം, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകരം ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിത്തിര, പൂരം, പൂയം, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകരം ഇത്രയും നാളുകാർക്ക് മകര നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇനി 1 രൂപ പോലും എടുക്കാൻ നിർവാഹമില്ലാത്തൊരു അവസ്ഥയിലാണെങ്കിൽ കടം ചോദിച്ചാൽ പോലും കിട്ടുന്നൊരു ദിവസമാണ്. കടം തിരിച്ചു കൊടുക്കാനും പറ്റുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പ്രധാനമായിട്ടും പങ്കുവയ്ക്കാനുള്ളത്. ഇനി അതിപ്രധാനമായ ഒരു കാര്യം കൂടി പങ്കുവച്ചോട്ടെ. 2024 ഡിസംബർ മാസം 31 നടക്കുന്ന സർവൈശ്വര്യ പൂജയിൽ പ്രിയമുള്ളവരെ നിങ്ങൾ പങ്കുചേരണം.
നിങ്ങളുടെ ചിന്ത കൊണ്ടോ മനസ്സുകൊണ്ടോ ഉപേക്ഷ വിചാരിക്കരുത്. ഒരുപാട് നെഗറ്റീവ് ചിന്തകളൊക്കെ എന്നെക്കുറിച്ച് മനസ്സിൽ വന്നാലും നിങ്ങളതെല്ലാം മഹാദേവൻ്റെ നാമത്തിൽ മറന്നു കളഞ്ഞ് സർവൈശ്വര്യ പൂജയിൽ പങ്കുചേരണം. ഞാനൊരു 101 കുടുംബങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 101 കുടുംബങ്ങളെ എനിക്ക് മഹാദേവൻ തന്നാൽ അത് ഞാൻ ഭാഗ്യവാനാണ്. കാരണം 101 കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു വർഷം മുഴുവൻ പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബത്തിൽ വേണ്ടി, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.